നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. അങ്ങനെ ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോയിലൂടെ ഒരു യാത്ര ചെയ്യാമെന്ന് ആഗ്രഹിച്ച് ഫോർട്ട് കൊച്ചിയിലേക്കുള്ള യാത്രയാണ്. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ട്രിപ്പുണ്ട് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലാണ് ഞാൻ യഥാർത്ഥത്തിൽ അകത്തേക്ക് കയറുന്നത്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ട്രിപ്പില്ല. ആകപ്പാടെ ട്രിപ്പുള്ള ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ. ആ സ്ഥലം ഹൈക്കോർട്ടാണ് എന്ന്. അങ്ങനെ ഹൈക്കോർട്ടിൻ്റെ അവിടത്തേക്ക് ടിക്കറ്റ് എടുത്തു. 40 രൂപ കൊടുത്ത് ഹൈക്കോർട്ടിൻ്റെ അവിടത്തേക്ക് ടിക്കറ്റ് എടുത്തു. നമ്മളൊരു മെട്രോ റെയിലിൽ എങ്ങനെയാണോ കയറുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും. നിൽക്കുമ്പോൾ കയറി വരുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അടുത്ത വണ്ടി 1:30-ക്കാണ്. 1:30 വരെ ഇവിടെ ഈ സീറ്റിൽ വെയിറ്റ് ചെയ്യണം. അടുത്ത വണ്ടിയിൽ നമുക്ക് കയറാൻ പറ്റുമോ എന്നുള്ള സംശയത്തോടുകൂടി അവിടെ ഇരുന്നപ്പോൾ അടുത്ത വണ്ടി വന്നു, നമ്മളെ കയറ്റി. അങ്ങനെ നമ്മൾ അതിനകത്ത് കയറിയില്ല കേട്ടോ. കയറാനുള്ള ക്യൂ ആണ്, നല്ല ക്യൂ. കൊച്ചി കായൽ കണ്ട്. അങ്ങനെ കൊച്ചി കായലിൻ്റെ മനോഹാരിത കാണണമെങ്കിൽ ഫോർട്ട് കൊച്ചിയിലൂടെ പോകണം കേട്ടോ. വേറെ ഏതിലേക്കൂടെ പോയാലും കൊച്ചി കായലിന് വലിയ മനോഹാരിതയൊന്നുമില്ല. ഫോർട്ട് കൊച്ചി ടു ഹൈക്കോർട്ടിലുള്ള യാത്ര അത് മനോഹരമാണ്. അങ്ങനെ ഒരുപാട് പേരൊക്കെ അവിടുന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ വണ്ടിയിലേക്ക് ചെന്ന് കയറുകയാണ്. വളരെ മനോഹരമായൊരു വണ്ടി. കണ്ടു കഴിഞ്ഞാൽ വളരെ സുന്ദരമായിട്ടിരിക്കുന്നു. സാധാരണ ലോക്കൽ ബോട്ട് പോലെയൊന്നുമല്ല, AC വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ആ വണ്ടിയിലേക്ക് കയറുകയാണ്. വണ്ടിയുടെ കയറുമ്പോൾ അവിടെ 2 പേര് നിൽപ്പുണ്ട്. ഒരു മാൻ്റൊക്കെ ഇട്ട് ഭയങ്കര അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. ഒരു സൈഡിൽ വാക്യൂമായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ എന്തൊക്കെയോ ഉണ്ട്. അവിടെ ചുമ്മാതെ വാക്യൂമായിട്ട് ഇട്ടേക്കുന്നു. ഇപ്പുറത്തെ സൈഡിലാണ് അതിൻ്റെ ഇത്. സാധാരണ ഒരു നമ്മുടെ മെട്രോ റെയിലിൽ എങ്ങനെയാണോ ഉള്ളം അതുപോലെ സൈഡിലല്ല സീറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അതിൻ്റെ സൈഡിൽ കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് പോയി ഇരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ആ കാഴ്ചകൾ കാണുന്നൊരു സ്ഥലത്തേക്ക് ഇരുന്നു. അവിടെ ദൂരെ ഷിപ്പ് യാർഡ് കാണാം. ഒരുപാട് പേരൊക്കെ ഇങ്ങനെ വന്ന് വരുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്. ഒരുപാട് പേര് നിന്നൊക്കെ ആയിരിക്കും പോകുന്നത്. ഇത്ര പേരെ കയറ്റാൻ പറ്റത്തോളം എന്നൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ മുമ്പോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ്. എങ്ങനെയാണ് ഇവർ ഓടിക്കുന്നതെന്നൊക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കാണാൻ പറ്റത്തില്ല. ഈ ക്യാബിനകത്തിരുന്നാണ് അവർ ഓടിക്കുന്നത്. ഈ ക്യാബിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. തുറക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റാതിരിക്കത്തില്ലല്ലോ. അങ്ങ് അകലെ അതാ ചീനവലകൾ കാണുന്നുണ്ട്. അതാ ഒരു ഡ്രൈവർ വന്ന് തുറന്നിട്ടുണ്ട്. അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യുന്നുണ്ട്. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് വണ്ടി വിടുകയാണ്. അവിടെ അതാ ഒരു ഡോൾഫിൻ ചാട്ടമുണ്ട്. ഡോൾഫിൻ അവിടെ കിടന്ന് ചാടുന്നുണ്ട്. 2 ഡോൾഫിൻ അവിടെ ചാടുന്നുണ്ട്. അങ്ങനെ ഡോൾഫിൻ്റെ ചാട്ടമൊക്കെ കണ്ട് നമ്മൾ മുമ്പോട്ട് പോകണം. മൈക്ക് വഴി എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹൈക്കോർട്ടിനെ ലക്ഷ്യമാക്കി പോവുകയാണ്. അങ്ങ് ദൂരെ നിന്ന് ഫോർട്ട് കൊച്ചി സ്റ്റേഷൻ നമ്മളെ വിട്ട് പിരിഞ്ഞു. നമ്മളെങ്ങനെ ദൂരേക്ക് നോക്കുകയാണ്. ഇവിടേക്കാണ് ഇനിയും ചാട്ടമുണ്ടോ, നമ്മുടെ ഡോൾഫിൻ്റെ ചാട്ടമുണ്ടോ എന്നൊക്കെ നോക്കി പോവുകയാണ്. അങ്ങനെ ഡോൾഫിൻ്റെ ചാട്ടമൊന്നും കാണാനില്ല. അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് ഫോർട്ട് കൊച്ചി സ്റ്റേഷനെ ഒക്കെ ഇങ്ങനെ കൈ കാണിച്ച് ദൂരേക്ക് പോവുകയാണ്. അപ്പുറത്ത് ഫോർട്ട് കൊച്ചി ബീച്ചുണ്ട്. ഫോർട്ട് കൊച്ചിയിലെ നമ്മുടെ നല്ല ചീനവലകളുണ്ട്. കൊച്ചിയിലെ പഴയ കുറേ കെട്ടിടങ്ങളും ചീനവലകളും ഒക്കെ കണ്ട് നമുക്കിങ്ങനെ മുൻപോട്ട് പോകാൻ സാധിക്കും. ഒരു പൗരാണികമായ കൊച്ചിയിൽ നിന്ന് നമ്മൾ നീങ്ങിപ്പോകുന്നത് ഒരു പുതുപുത്തൻ കൊച്ചിയിലേക്കാണ്. നമ്മുടെ അങ്ങുള്ള ഷിപ്പ് യാർഡും അതൊക്കെ കാണാൻ നമുക്ക് സാധിക്കും. അങ്ങകലെ നമ്മൾ കാണുന്നത് ഹൈക്കോർട്ടാണ്. ഹൈക്കോർട്ട് വരെ നമ്മൾ എത്തിച്ചേരണം. നമ്മൾ ആ ഹൈക്കോർട്ടിനെ ലക്ഷ്യമാക്കി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരേക്ക് നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ഷിപ്പ് യാർഡാണ്, കൊച്ചിൻ ഷിപ്പ് യാർഡ്. ഒരുപാട് ആളുകളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മനോഹരമായ ഷിപ്പ് യാർഡ്. അങ്ങനെ അതാ അടുത്ത മെട്രോ നമ്മുടെ സൈഡിലൂടെ പോകുന്നുണ്ട്, വാട്ടർ മെട്രോ. ഇത് വേറെ സ്ഥലത്തേക്ക് പോകുന്നതാണ് കേട്ടോ. കൊച്ചിയിൽ നിന്നും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കേരള സർക്കാരിൻ്റെ വലിയ ഒരു ഉദ്യമമാണ് കൊച്ചി വാട്ടർ മെട്രോ. കേരളത്തിൽ വേറെ സ്ഥലത്തില്ല, ഇന്ത്യയിൽ വേറെ സ്ഥലത്തില്ല. വാട്ടർ മെട്രോ ഉള്ളത് നമ്മുടെ കൊച്ചി കേരളത്തിലാണ്. അത്ര മനോഹരമായിട്ടാണ് കേരളത്തിൻ്റെ മുൻപോട്ടുള്ള പോക്ക്. നമുക്ക് കേരളത്തിൻ്റെ മുൻപോട്ടുള്ള പോക്ക് കാണുമ്പോൾ അഭിമാനം തോന്നുന്നുണ്ട്. കേന്ദ്രം കേരളത്തിന് അനുവദിക്കാതിരിക്കുമ്പോഴും ഫിനാൻഷ്യലായിട്ട് പിൻപോട്ട് പോകൂ എന്ന് പറയുമ്പോഴും കേരളത്തിൻ്റെ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള മെട്രോയും ഒരുപാട് കാര്യങ്ങൾ കേരളം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളത്തെ എത്ര അവഗണിച്ചാലും കേരളക്കാരെ തോൽപ്പിക്കാൻ സാധിക്കില്ല. അത് ഏത് ഗവൺമെൻറ് വന്നാലും. ഇപ്പോൾ CPMൻ്റെ ഗവൺമെൻറ് ആയാലും നാളെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ആയാലും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല താമരകളെ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അങ്ങനെ ദൂരേക്ക് നോക്കുക, മനോഹരമായ ഒരുപാട് ഷിപ്പുകളൊക്കെ നിൽക്കുന്നുണ്ട്. അതാ അവിടേക്കൂടെ വീണ്ടും ഒരു മെട്രോ പോകുന്നുണ്ട്. ഒരുപാട് സർവീസുകളൊക്കെ ഉണ്ട് കേട്ടോ. ക്രൂയിസ് ഷിപ്പിനകത്തൊക്കെ യാത്ര, മനോഹരമായൊരു ക്രൂയിസ് ഷിപ്പ് കിടപ്പുണ്ട്. അതിനകത്ത് എവിടേക്കോ പോകുന്ന ഒരു ക്രൂയിസ് ഷിപ്പാണ്.
ആ ക്രൂസ് ഷിപ്പിൻ്റെ മനോഹാരിത കാണുമ്പോൾ തന്നെ എന്തൊരു രസമുണ്ടല്ലേ. അത് ആ ക്രൂസ് ഷിപ്പിനെ കുറച്ച് ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് പാർട്ടികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് എവിടെയായിട്ടാണ് യാത്ര ചെയ്യാൻ സാധിക്കും. അങ്ങനെ ക്രൂസ് ഷിപ്പിൻ്റെ ഒരു മനോഹാരിതയൊക്കെ ഉള്ളത് കേട്ടോ. നമ്മളങ്ങനെ നേരെ നമ്മൾ എത്തേണ്ട സ്ഥലത്തേക്ക് എത്തുകയാണ്. അത് ആ ഹൈക്കോർട്ട്, ദൂരെ ഹൈക്കോർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ദൂരം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഹൈക്കോർട്ടിൻ്റെ. ഈ ഒരു ബോട്ടിൻ്റെ പ്രത്യേകത, മറ്റ് ബോട്ട് 3 രൂപയ്ക്കും 4 രൂപയ്ക്കും ഒക്കെ നമുക്ക് ഇവിടെ പോകാൻ സാധിക്കുമെങ്കിൽ ഈ ബോട്ടിൻ്റെ പ്രത്യേകത, ഈ ബോട്ടിന് സ്പീഡ് കൂടുതലാണ്. നല്ല സ്പീഡിലാണ് വണ്ടി പോകുന്നത്, അന്യ സ്പീഡിലാണ്. സാധാരണ മറ്റേ വണ്ടി എടുക്കുന്നത് പോലെ കുറച്ച് സ്പീഡിലൊന്നും അല്ല. പക്ഷേ കുറച്ച് നേരം ക്യൂ നിൽക്കേണ്ടി വരുമെന്നുള്ള ഒരു പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ഈ വണ്ടി മനോഹരമാണ്. അങ്ങനെ അതാ ഹൈക്കോർട്ടിലേക്ക് നമ്മൾ അടുക്കുകയാണ്. ഓരോ നിമിഷവും ഹൈക്കോർട്ടിൻ്റെ അടുത്തേക്ക് നമ്മൾ അടുക്കുന്നു. ഹൈക്കോർട്ട് ജംഗ്ഷനിലെത്തി. ഹൈക്കോർട്ട് ജംഗ്ഷനിൽ ഒരുപാട് മെട്രോ സർവീസുകളുണ്ട്. പല സ്ഥലത്തേക്കും പോകുന്ന ഒരുപാട് മെട്രോ സർവീസുകൾ, 4 or 5 സ്ഥലത്തേക്കെങ്ങാണ്ട് സർവീസുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയാണ്. ലക്ഷ്യസ്ഥാനത്ത് എത്തിയപ്പോൾ ബോട്ടിൻ്റെ ക്യാപ്റ്റൻ ചാടി ഇറങ്ങാനുള്ള സെറ്റപ്പിലാണോ എന്തിനാണോ കയറൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം പുള്ളി കയറെടുത്ത് അവിടെ കുരുക്കിയിട്ടിരിക്കുകയാണ്. കുരുക്കിയിട്ടിട്ട് അതിനകത്ത് നമ്മുടെ വണ്ടിയെ കെട്ടിയിടാൻ ശ്രമിക്കുന്നു. അങ്ങനെ ആ വണ്ടിയെ ഇതിനകത്ത് കെട്ടിയിട്ട് എല്ലാവരും ഇറങ്ങാനുള്ള സെറ്റപ്പൊക്കെ ആയി. എല്ലാവരും ഇറങ്ങുകയാണ്, ഓരോ മനുഷ്യർ ഇറങ്ങുകയാണ്. ഞാനപ്പോൾ ആ സ്റ്റേഷനും എന്താണ് സംഭവം എന്നൊക്കെ നോക്കി നമ്മൾ ആദ്യം കാണാൻ ആഗ്രഹിച്ച ആ ഉൾവശം നമുക്കടുത്ത് വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കും. LCD അതിനകത്ത് ഫുൾ ക്യാമറ സെറ്റപ്പും എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടാണ് ഈ ബോട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ ഒരു അഹങ്കാരം തന്നെയാണ് വാട്ടർ മെട്രോ. പൊളിച്ച് കേട്ടോ. ഇതൊക്കെ പിണറായി വിജയനൊക്കെ നമ്മളൊരു സല്യൂട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്നും ഈ ഒരു മനോഹാരിതയൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ ഉള്ള പരിപാടിയിലാണ്. അടുത്ത് കാണാൻ സാധിക്കും എൻ്റെ ഗിയറുകളും ലിവറുകളും മൈക്കും എല്ലാം. അവിടെ നമ്മൾ ഇറങ്ങുകയാണ്. ഇറങ്ങിയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇത് ചാർജ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റിയിൽ അവർ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ നമുക്കത് കുറച്ചുകൂടെ നന്നായിട്ട് കാണാം. അപ്പോൾ അടുത്തൊരു വണ്ടി അവിടെ വന്നു. അടുത്തൊരു വണ്ടി ഒരാൾ ഓടിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഇപ്പോൾ ഇറങ്ങി ഇതുപോലെ കെട്ടിയിടേണ്ടതാണ്. അപ്പോൾ നമ്മൾ വന്ന വണ്ടി അല്ലിത്, നമ്മൾ വന്ന വണ്ടി അല്ലല്ലോ, ഇത് വേറെ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ വന്ന വണ്ടിക്കകത്തിരിക്കുകയാണ് നമ്മളിപ്പോഴും. അപ്പോൾ അത് ആ ഡോർ അടഞ്ഞു. എല്ലാവരും ഇറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ ആ ഡോർ അടഞ്ഞു. നമ്മൾ നേരെ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ചാർജിങ് പോയിൻ്റാണിത്. ഈ വണ്ടി നമ്മൾ ചാർജ് ചെയ്യുന്നു. ചാർജ് ചെയ്തതിന് അടുത്ത ഓട്ടത്തിന് വേണ്ടി സജ്ജീകരിക്കുകയാണ്. ഇലക്ട്രിക്കലാണ് വണ്ടി ഓടുന്നത്. അവിടെ ഒരു വണ്ടി ചാർജ് ചെയ്യാൻ ഇട്ടേക്കുന്നു. മനോഹരത കേട്ടോ. ഈ ഒരു തീരത്ത് ഇത്രയും മനോഹരമായ ഹൈക്കോർട്ടാണെന്ന് തോന്നുന്നു ഏറ്റവും വലിയ സ്റ്റേഷൻ. ഇവിടെ നിന്നായിരിക്കാം കൂടുതൽ സർവീസുകളുള്ളത്. ഈ സ്റ്റേഷനിൽ ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. മുമ്പോട്ട് പോയി ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള സെറ്റപ്പാണ്. വളരെ മനോഹരമായിട്ട് നമ്മൾ ഇനി അവിടെയും ടിക്കറ്റൊക്കെ കൊടുത്ത് ഇറങ്ങണം. ഇവിടെ നിന്ന് ഒരുപാട് സർവീസുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മെട്രോ യാത്രയുടെ മനോഹാരിത, മെട്രോ സൂപ്പറാണ്. കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവരും ഒരിക്കലെങ്കിലും ഈ മെട്രോയിൽ നിന്ന് കയറി നോക്കണം കേട്ടോ. ഒരു ടൂറിസം പർപ്പസിനായിട്ട് കയറിയാൽ മതി, വളരെ മനോഹരമാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ ബൈ, സീ യു അഗെയിൻ.